തങ്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്ന് അമ്പലങ്ങളിൽ, ഭഗവതി അമ്പലങ്ങളിലെല്ലാം സാധാരണ കിട്ടുന്നൊരു പായസമാണ് പിഴിഞ്ഞ് പായസം എന്ന് പറയും. അതിന് വേണ്ട സാധനങ്ങൾ ഉണക്കലരി, ശർക്കര, ഉണക്കമുന്തിരി, കശുവണ്ടി, നെയ്യ്, ഏലക്കാപ്പൊടി, തേങ്ങാപ്പാൽ, ഇത്രയും മതി. 1/2 കിലോ അരിക്ക് 1/2 കിലോ ശർക്കര എന്നാണ് കണക്ക്. പക്ഷേ ഇപ്പോൾ നമുക്ക് മധുരം കുറവ് എല്ലാവരും ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് നമ്മുടെ ആവശ്യം അനുസരിച്ച് ശർക്കര ചേർത്താൽ മതി. നമുക്ക് പോകാം അടുക്കളയിലേക്ക്. നമ്മൾ ഉണക്കലരി കഴുകിക്കൊണ്ട് വന്നു കുക്കറിനകത്തിട്ട് നമുക്ക് വേവിക്കാം. അരി വേവാനുള്ള വെള്ളം നമ്മളിതിൽ ഒഴിക്കുക. നിങ്ങൾക്ക് അളവ് കറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വിരലിൻ്റെ ഇത്ര ഇടം മുങ്ങിയ വെള്ളം വേണം. നമ്മൾ അരി വേവാനുള്ള വെള്ളം ഒഴിച്ചു. നമ്മൾ ആവശ്യമായ ശർക്കര പൊട്ടിച്ചിട്ടിട്ട് ഉരുക്കിയെടുക്കാൻ പോവാം. അതിനാവശ്യമായ വെള്ളം ഒഴിച്ചു. അപ്പോൾ നമ്മുടെ ഉണക്കലരി കറക്റ്റ് വെന്തു. അധികം വെള്ളമില്ല, കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കുക്കറിനകത്ത് അത് വയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ കടായി ഈ ചരുവത്തിലേക്ക് ഇടുകയാണിത്. നമ്മൾ ശർക്കര ഉരുക്കി വച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ അരിച്ചതിലേക്ക് ഒഴിക്കുക. നമ്മൾ ശർക്കര തിളപ്പിച്ച് ശർക്കരയുടെ പച്ചച്ചുവ പോണവരെ ഉരുക്കിയെടുത്ത കാരണം ഇത് അധികം നേരം ഇടണമെന്നില്ല. പക്ഷെ ഒന്ന് തിളക്കട്ടെ, തിളച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. അപ്പം ഇത് ശർക്കരയും അരിയും റെഡിയായിട്ടുണ്ട്. നമുക്കിതിൽ 2ാം പാൽ ഒഴിക്കാം. 2ാം പാലും 3ാം പാലും ഒക്കെ ഒന്നിച്ച് തന്നെയാണ്. അത് ഞാനിതിലേക്ക് ഒഴിക്കുകയാണ്. നമ്മുടെ പായസം റെഡിയാകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് വേണ്ട വസ്തുക്കൾ റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മൾ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു. കുറച്ച് കശുവണ്ടി. നമ്മുടെ കശുവണ്ടി പാകമായി. നമ്മളിതിലേക്ക് ഈ മുന്തിരി ഇടുകയാണ്. ക്രിസ്മസ് അല്ലേ. ഇപ്പോൾ നമുക്കിത് സ്റ്റൗ ഓഫാക്കിയിട്ട് കോരിയെടുക്കാം. ഇത് നെയ്യോട് കൂടി ഒഴിക്കാം, കോരി എടുത്തിട്ട് വിടാം, ഏത് വേണമെങ്കിലും. ഇപ്പോൾ നമ്മുടെ ശർക്കരയും തേങ്ങാപ്പാലും അരിയും നന്നായിട്ട് യോജിച്ചു. പായസം റെഡിയായി. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ തേങ്ങാപ്പാൽ ഒഴിക്കാം. അതിൻ്റെ കൂടെ നമുക്ക് 1 സ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഏലക്കാപ്പൊടി മാത്രമല്ല, പഞ്ചസാര ഏലക്കായും കൂടി പൊടിച്ചതാട്ടോ.
ഇപ്പോൾ നമ്മൾ സ്റ്റൗ കിടത്തി, കാരണം തേങ്ങാപ്പാൽ ഒഴിച്ച് തിളയ്ക്കാൻ പാടില്ല അതിന്. അത് കിടത്തി വെച്ചു. ഇതാണ് നമ്മുടെ പിഴിഞ്ഞു പായസം. നമ്മൾ സ്റ്റൗ ഓഫാക്കി ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചു. ഇപ്പോൾ നമ്മളുടെ ഭഗവതി അമ്പലത്തിലെ പിഴിഞ്ഞു പായസം റെഡിയായി. അങ്ങനെ നമ്മുടെ പായസം റെഡി. അടുത്ത് നമുക്കൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം.